ദുർമന്ത്രവാദത്തിൽ വിശ്വസിച്ച് ഡോക്ടർ നവീൻ തോമസും അദ്ദേഹത്തിൻ്റെ ഭാര്യ ദേവിയും സുഹൃത്ത് ടീച്ചറായ ആര്യയും അരുണാചൽപ്രദേശിൽ വെച്ച് മരണമടഞ്ഞത് നമ്മൾ കണ്ടു. അന്നേരം പ്രത്യേകമായി നമ്മുടെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിലേക്ക് ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് തിരുവനന്തപുരം നന്തൻകോടുള്ള ഇതേ രീതിയിൽ തന്നെ സഞ്ചരിച്ച കേണൽ ജിൻസനെ പറ്റിയാണ്. ജിൻസൺ ഇപ്പോൾ ജയിലിലാണ്, പൂജപ്പുര സെൻട്രൽ ജയിലിലുണ്ട്. അദ്ദേഹം ഇപ്പോഴും അസ്ട്രൽ പ്രൊജക്ഷനിൽ തന്നെ നിൽക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. ബെയിൻസ് കോമ്പൗണ്ടിൽ, തിരുവനന്തപുരം നന്തൻകോട് ബെയിൻസ് കോമ്പൗണ്ടിൽ മുഖ്യമന്ത്രിയൊക്കെ താമസിക്കുന്നതിനടുത്ത് ഒരു ലൈനാണ് ബെയിൻസ് കോമ്പൗണ്ട്. അവിടെ 117 നമ്പർ വീടിൽ അവിടെയാണ് കേണൽ ജിൻസൺ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രൊഫസറായിരുന്നു, രാജ തങ്കരാജ്. അദ്ദേഹത്തിൻ്റെ അമ്മ തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ ഡോക്ടറായിരുന്നു, ജീൻ പത്മ. മകള് ഒരു ഡോക്ടറാണ്, ജീൻ പത്മയുടെ കരോലിന. അവരുടെ ഏക സഹോദരനാണ് ജിൻസൺ. അവരുടെ വീട്ടിലൊരു ലളിത എന്ന് പറഞ്ഞ ബന്ധു താമസിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ ദുർമന്ത്രവാദത്തിലും ബ്ലാക്ക് മാജിക്കിലും വിശ്വസിച്ചു. ആസ്ട്രൽ പ്രൊജക്ഷനിൽ അദ്ദേഹം ചില റിസർച്ചുകൾ നടത്തി. വിദേശത്ത് പഠിച്ചിരുന്ന വ്യക്തിയാണ് ജിൻസൺ. ആ സമയത്ത് ഇതിൽ ആകർഷണനായി ആസ്ട്രൽ പ്രൊജക്ഷനിൽ ധാരാളം ഏരിയകളിൽ ധാരാളം സഞ്ചരിച്ച വ്യക്തിയാണ്. അങ്ങനെയാണ് തിരുവനന്തപുരത്ത് മാതാപിതാക്കൾക്കൊപ്പം സഹോദരിയോടൊപ്പം തിരുവനന്തപുരത്ത് വന്ന് താമസിച്ചത്. ആ ചിന്തയിൽ നിന്നും ആ ബ്ലാക്ക് മാജിക്കിൽ നിന്നും മാറിയില്ല, വീട്ടിൽ തന്നെ കഴിഞ്ഞു. 7 വർഷം മുമ്പ് അദ്ദേഹം ഈ സാത്താൻ സേവയിൽ അന്യഗ്രഹ അല്ലെങ്കിൽ മന്യഗ്രഹത്തിൽ ജീവിക്കാൻ കഴിയുമെന്നും അത് ഇവരെ പ്രൊജക്ഷനോട് വീണ്ടും വീണ്ടും കാണാമെന്നും ഒക്കെ അന്ധമായി വിശ്വസിച്ച് വീട്ടിലെ എപ്പോഴും ആ ഒരു മുറിയിൽ കുത്തിയിരുന്ന് ലാപ്ടോപ്പും അതുപോലെ തന്നെ മൊബൈലും മാത്രം ഉപയോഗിച്ച് ആഹാരം കഴിച്ച് ജീവിച്ചു പോരുന്നൊരു വ്യക്തിയായിരുന്നു. ഇൻട്രാക്ഷൻ ഒന്നുമില്ല, ആരുമായിട്ടുമില്ല, ബന്ധുക്കളുമായിട്ടില്ല, അയൽവക്കംകാരുമായിട്ടില്ല, സുഹൃത്തുക്കളുമില്ല. അങ്ങനെയാണ് അയാൾ ജീവിച്ചു വന്നിരുന്നത്. 10-30 വയസ്സ് വരെ ആയിട്ടും, അല്ലെങ്കിൽ 27-28 വയസ്സ് വരെ ആയിട്ടും ആ ചെറുപ്പം മുതലേ ആ ചിന്തയിൽ തന്നെ കിടക്കുകയാണ്. ജിൻസൺ അസ്ട്രൽ പ്രൊജക്ഷൻ മൂലം അതിൽ നിന്ന് ഒരു സായുജ്യം അടയാം, മരണാനന്തര ജീവിതം ഉണ്ട് എന്ന് കരുതി ആ ഒരു ജീവിതത്തിലേക്ക് മാതാപിതാക്കളെ നയിക്കുകയാണ് ചെയ്തത്. അയാൾ താഴത്തെ മുറിയിൽ ആഹാരം കഴിക്കാൻ മാത്രം വരും. ചിലപ്പോൾ മാതാപിതാക്കൾ ആരെങ്കിലും മുകളിലത്തെ നിലയിൽ ആഹാരം കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ ഇരുന്നപ്പം അയാൾ പ്രത്യേക ചില റിസർച്ച് നടത്തിയ റിസൾട്ട് കാണാം, തൻ്റെ ലാപ്ടോപ്പിൽ അത് വന്നാൽ ദർശിക്കാം എന്ന് പറഞ്ഞ് താഴത്തെ നിലയിൽ നിന്ന് അമ്മയെ വിളിച്ചുകൊണ്ട് പോയി. അമ്മയെ അത് കാണിക്കുന്നുണ്ടെങ്കിൽ അമ്മയുടെ കഴുത്ത് വെട്ടി കൊന്നു, കഷ്ണം കഷ്ണമാക്കി അടുത്ത മുറിയിൽ നിക്ഷേപിച്ചു. അതേ മാർഗത്തിലൂടെ പിതാവിനെ കൊണ്ടുവന്നു, ഇതുപോലെ കൊന്നു. സഹോദരിയെ കൊണ്ടുവന്ന് താഴത്തെ നിലയിൽ നിന്ന് മുകളിലേക്ക് കൊന്നു. ഈ 3 പേരെയും അദ്ദേഹം കത്തിച്ചു. അങ്ങനെ ആ കൊലപാതകം ആ വീട്ടിൽ അവരുടെ ഒപ്പം താമസിച്ച ലളിത എന്ന സ്ത്രീക്ക് മനസ്സിലായി എന്ന് തോന്നിയപ്പം അവരെ ഇതുപോലെ കൊന്നു. 4 പേരെ കൊന്നു. അതിനുശേഷം വീട് കത്തിച്ചു, മൃതദേഹം കത്തിച്ചു. വീട്ടിൽ നിന്ന് പുക രാത്രി ഉയരുന്ന കണ്ട അയൽവക്കത്തുള്ള ആൾക്കാരെ ഓടിക്കൂടി പോലീസിനെ അറിയിച്ചു. ഇയാൾ ചാടി ഇറങ്ങി ഓടി, ഇയാളെ ഓടിച്ചിട്ട് പിടിച്ചു. ഇപ്പോഴ് ജയിലിൽ കിടക്കുകയാണ്. 7 വർഷം മുമ്പ് ഉണ്ടായ സംഭവം. ആ ജയിലിൽ കിടക്കുന്ന സന്ദർഭത്തിൽ ഈ ഒരു സംഭവം ഡോക്ടർ നവീൻ തോമസ് സംഭവത്തിന് ശേഷം ആ ജയിലിൽ കിടന്ന ജയിൽ ജീവനക്കാര്, സഹതടവുകാര് എല്ലാവരുമായിട്ട് ഇയാൾ വളരെ ആഹ്ലാദത്തോടെയാണ് സംസാരിക്കുന്നത്. രാത്രിയിൽ ഇയാൾക്ക് ഉറക്കമില്ല, ചിരിയും കളിയുമാണ് രാത്രിയിൽ. കാരണം ചെറുപ്പം മുതലേ പകല് കിടന്ന് ഉറങ്ങുകയും രാത്രി കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും സമയം ചെലവഴിക്കുന്ന വ്യക്തി, ഇരുട്ടത്തിരുന്ന് ഇത് മുഴുവൻ നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി, പ്രത്യേക ഒരു ലോകത്തിലേക്ക് പോയി ആ ബ്രെയിനിന്റെ സഞ്ചാരം.
അങ്ങനെയാണ് അസ്ട്രൽ പ്രൊജക്ഷനിലേക്ക് അദ്ദേഹം വന്ന് ചാടിയത്. അതിൽ അന്ധമായി വിശ്വസിച്ചു. മാതാപിതാക്കളെ കൊന്നാലും അവരെ ദർശിക്കാം, അവരെ കാണാം എന്നാണ് വിശ്വസിക്കുന്നത്. ഇപ്പോഴും കാണുന്നുണ്ട് എന്നാണ് അവൻ പറയുന്നത്. ജയിൽ ജീവനക്കാരും അതുപോലെ തന്നെ സഹതടവുകാരും ഇവൻ രാത്രി ഉറക്കമില്ലാതെ ഇന്നും കഴിയുന്നു, ചിരിക്കുന്നു, ആഹ്ലാദിക്കുന്നു. അപ്പം ജയിൽ ജീവനക്കാരും മറ്റു ഇവൻ്റെ അടുത്ത് ചോദിച്ചു, അപ്പനും അമ്മയും ഇപ്പോഴും കാണുന്നുണ്ടോ? നിരന്തരം കാണുന്നുണ്ട്. ഞാൻ അവരുമായിട്ട് ആശയവിനിമയം ചെയ്തുകൊണ്ടാണ് ദിവസം ഇരിക്കുന്നത്. അതുകൊണ്ടാണ് രാത്രി ഞാൻ ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത്. എനിക്ക് എൻ്റെ മാതാപിതാക്കളെയും സഹോദരിയെയും ലളിതയൊക്കെ കാണാം. ഇപ്പോഴും അയാൾ ആ ഒരു മൂഡിലാണ്. അയാളെ ട്രയൽ തുടങ്ങാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇയാൾ അസ്ട്രൽ പ്രൊജക്ഷൻ തന്നെ അല്ലെങ്കിൽ സാത്താൻ സേവയുടെ ഏരയായിട്ട് തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. അയാൾ എങ്ങനെയാണ് നമ്മൾ ട്രയലിലേക്ക് കൊണ്ടുപോകുന്നത്? അയാളുടെ കൂടെ ഒരു തടവുകാരനെ താമസിപ്പിച്ച് നോക്കി. അപ്പോൾ അയാളുടെ ജീവന് ഭീഷണിയായി. അത് മനസ്സിലാക്കി അയാളെ ഇപ്പം ഒരു മുറിയിൽ തന്നെയാണ് ഇപ്പോൾ ജിൻസനെ സൂക്ഷിക്കുന്നത്. കാരണം മറ്റൊരു ജീവന് ഭീഷണിയാണ്, കൂടെ താമസിക്കുന്ന ആളുടെ ജീവന് ഭീഷണിയാണെന്ന് കണ്ടെത്തി. കോടതിയിൽ ഇപ്പം ട്രയൽ തുടങ്ങാൻ കഴിയില്ല. കോടതി ചോദിച്ചു, ആർക്കെങ്കിലും ഇയാളെ വളർത്താനോ ഇയാളെ ട്രീറ്റ് ചെയ്യാനോ സാധിക്കുമോ എന്ന് അന്വേഷിച്ചു. ഒരു മനുഷ്യനും വന്നില്ല. ജീവന് ഭയമുള്ളവരാരും വരുമെന്ന് എനിക്ക് തോന്നണില്ല. അയാളുടെ ഫാദറിന്റെ ബന്ധു അനിയനായ ഒരു ജോസ്, അയാൾ മാത്രം വിസിറ്ററായി ഇയാളെ 1-2 പ്രാവശ്യം വന്ന് കണ്ടിട്ട് പോയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇങ്ങനെയുള്ള മാനസിക രോഗികളെ നമുക്ക് തീർച്ചയായിട്ടും സഹപാഠിയായിട്ടോ കുടുംബത്തിൽ കൊണ്ടുവരാനോ കഴിയില്ല. അവരെപ്പോഴാണ് അപകടകാരിയായി മാറുന്നത് നമുക്ക് അറിയില്ല. അത് ജയിലിൽ പല പരിഷ്കാരങ്ങളിൽ ഇടയ്ക്ക് അവര് ഇയാളുടെ കൂടെ ആളെ താമസിപ്പിച്ച് നോക്കി. അയാളുടെ ജീവന് ത്രെട്ട് വന്നപ്പം അവര് അതിൽ നിന്ന് പിന്മാറി. പക്ഷെ രാത്രിയിൽ കളിയും ചിരിയുമായിട്ടിരിക്കുന്ന ജിൻസനെയാണ് ജയിൽ അധികൃതർ കാണുന്നത്. ആ സമയത്ത് ചോദിച്ചാൽ തൻ്റെ മാതാപിതാക്കളുടെ ആശയവിനിമയം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോഴും പറയുന്നത്. ഇതേ അവസ്ഥയാണ് പല ആൾക്കാർക്കും കേരളത്തിലുള്ളത്. സാത്താൻ സേവയും അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക്കിലും അസ്ട്രൽ പ്രൊജക്ഷനിലും ഒക്കെ സഞ്ചരിക്കുന്ന കുട്ടികൾ ധാരാളം പേരുണ്ട്. നല്ല വിദ്യാഭ്യാസമുള്ളവരും ഇതിലേക്ക് പോവുകയാണ്. അന്ധവിശ്വാസത്തിന്റെ പുറത്ത് സഞ്ചരിക്കുന്നവരാണ്. ഇവർക്ക് ആർക്കും ശാസ്ത്രബോധം ഇല്ലാതെ പോയി എന്നുള്ളതാണ്. നമ്മൾ കൂടുതൽ ഇങ്ങനെയുള്ള കുട്ടികളെ ചെറുപ്രായത്തില് 10ാം ക്ലാസ് വരെ നല്ല ശാസ്ത്രബോധം ഉണ്ടാക്കണം. അല്ലെങ്കിൽ നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഗവൺമെന്റ് ഗാഢമായിട്ട് ചിന്തിക്കുന്നതാണ്. കേരളത്തിലെ ഒരു റയറായിട്ടുണ്ടായ ഒരു സംഭവമല്ല. നിരന്തരം സാത്താൻ സേവ കേരളത്തില് അതിൻ്റെ പ്രതിഫലനം നമ്മൾ കാണുകയാണ്. പലരും ജീവൻ നഷ്ടപ്പെടുന്നുണ്ട്. ഇതുപോലുള്ള ചിന്താഗതിയായിട്ട് കേരളത്തിൽ നിന്ന് വെളിയിൽ പോയി ആത്മഹത്യ ചെയ്യുന്നവരും ഉണ്ടാകാം. അവരൊക്കെ ഒരു അബദ്ധമായ റൂട്ടിൽ കൂടെ സഞ്ചരിക്കുന്നവരാണ്. അതുകൊണ്ട് ഗവൺമെന്റ് ഇത് ശ്രദ്ധിക്കണം. സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും ശ്രദ്ധിക്കണം. ധാരാളം പേർക്ക് ഈ ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ളവരെ ആരാണ് ഇവരുടെ മെന്റർ, പരികർമ്മി ആരാണ്? അങ്ങനെ ധാരാളം ഉള്ള ആൾക്കാർ കേരളത്തിലുണ്ട്. അവരെ നിശേഷം നമുക്ക് നശിപ്പിച്ചേ പറ്റുള്ളൂ. അവരെ കണ്ടെത്താൻ ഒരു ശ്രമം ഈ ഡോക്ടർ നവീൻ തോമസിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ആളെ കണ്ടെത്തണം. ഇത് നമുക്ക് സമൂഹത്തിന് നല്ലൊരു സേവനം തന്നെയായിരിക്കും പോലീസ് ചെയ്യുന്നത്. എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് കൂടുതൽ കണ്ടെത്തി ഇവരെ നശിപ്പിക്കാൻ കഴിയുള്ളൂ.